ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലോസ്റ്റ് ഇൻ ലിറ്ററേച്ചർ. സോ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹൗസ് ഓഫ് മിസ്റ്റർ ബിസ്വസിൽ ഇനി പോസ്റ്റ് കൊളോണിയൽ റീഡിങ്. ഇതിൻ്റെ സമ്മറി നമുക്കറിയാം. മോഹൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ആൾക്കൊരു വീട് വേണമെന്നുള്ളൊരു ആഗ്രഹം, ചെറുപ്പം തൊട്ടേ ഒരു വീടില്ലായ്മ, വീട് ആളുടെ ഐഡൻറ്റിറ്റി ആയിട്ട് ആൾ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ഓരോ വട്ടം ആളുടെ വീട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നു, പല കാരണങ്ങൾ കൊണ്ട് ആൾക്കത് നഷ്ടപ്പെടുന്നു. ആൻഡ് അറ്റ് ലാസ്റ്റ് കടമെങ്കിൽ കടം എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു വീടുണ്ടാക്കി അത് കേടുവന്ന് അയാളെ പറ്റിച്ചതാണെങ്കിൽ കൂടിയും അതിൽ കടന്ന് മരിക്കാനുള്ളൊരു യോഗം, ഒരു ഭാഗ്യം അങ്ങനെയൊക്കെ കിട്ടിയിട്ടുള്ള ഒരു മനുഷ്യനാണ് മോഹൻ ബിസ്വസ്. ആൻഡ് ഇത് ആളുടെ ഒരു ആളാണ് ഇത് മെയിൻ പ്രൊട്ടഗണിസ്റ്റ്. ആളാണ് ഈ ഒരു 3 ജനറേഷൻ്റെ കഥ പറയുന്നത്. ആളുടെ പേരൻസ്, ആളുടെ മക്കളുടെ, അങ്ങനെ 3 ജനറേഷനാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുക. ഓക്കെ, സോ ഹൗസ് ഓഫ് മിസ്റ്റർ ബിസ്വസ് VS നൈപ്പോളിൻ്റെ ഒരു ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ആയിട്ടുള്ളൊരു വർക്കാണ്. ഒരു ട്രിനിഡാഡിയൻ ബ്രിട്ടീഷ് റൈറ്റർ ആയിരുന്നു ആള്. ആൻഡ് ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ നോവലിൻ്റെ സെറ്റിങ് നമുക്ക് ഈ ട്രിനിഡാഡിൽ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഫോർ ഹെം ആൾ ഭയങ്കര റിനോഡ് ആവാനുള്ള കാരണം നോവൽസ്, എസ്സേസ്, ട്രാവൽ റൈറ്റിങ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ട് 20th സെഞ്ച്വറിത്തെ ഒരു റൈറ്ററാണ്. ആൻഡ് ഐഡൻറ്റിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്, പോസ്റ്റ് കൊളോണിയൽ എക്സ്പീരിയൻസ്, ഇതൊക്കെയാണ് ആളുടെ വർക്കിൽ നമുക്ക് കൂടുതൽ കാണാൻ പറ്റുക. ആൻഡ് ഹി ഹാഡ് ബാഗ് നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ, ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഫോർ ഹിസ് എക്സെപ്ഷണൽ നറേറ്റീവ്. അപ്പോൾ ഹൗസ് ഓഫ് മിസ്റ്റർ ബിസ്വസ് അത് 1961 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നോവൽ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദ മെയിൻ പ്രൊട്ടഗണിസ്റ്റ് റെഡ്ലെസ് സെർച്ച് ഫോർ ഐഡൻറ്റിറ്റി. ആളുടെ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് നമുക്ക് ഇതിനകത്ത് കാണാം, സെർച്ച് ഫോർ ഐഡൻറ്റിറ്റി ഇതിനകത്ത് കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് ടെൽസ് ദ സാഗ ഓഫ് എ കോമൺ മാൻസ് ലൈഫ്, ഒരു കോമൺ മാൻ ആയിട്ടുള്ള ഒരു ലൈഫ്, അല്ലെങ്കിൽ കോമൺ ലൈഫ് ഓഫ് എൻ എക്സ്ട്രാ ഓർഡിനറി മാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് നമുക്ക് ഈ ഒരു നോവലിൽ കാണാൻ പറ്റുക. സോ ദ ക്യാരക്ടർ ഇവിടെ ഉള്ളത് മെയിൻ ആയിട്ടുള്ള പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത് മോഹൻ ബിസ്വസ് ആണ്. അപ്പോൾ ആൾ ജനിച്ചപ്പോൾ തന്നെ ആൾക്കൊരു 6 വിരലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റി നിർത്തുന്ന പോലെയൊക്കെ ആയിരുന്നു. അതായത് മാറ്റി നിർത്തുക ഇൻ ദ സെൻസ് ലൈക്ക് അതൊരു ബാഡ് ലക്കാണ് അത് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞ് ഒരു പ്രീസ്റ്റ് പോലത്തെ ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട്, കുട്ടീനെ ഇപ്പോൾ എന്താ പറയുക വെള്ളത്തിൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവരില്ല, കുട്ടീനെ അച്ഛൻ കാണാൻ പാടില്ല, കുട്ടി വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. കുട്ടീനെ അച്ഛൻ കാണാൻ പാടില്ല എന്ന് പറയുന്നത് ജനിച്ചിട്ട് കുറച്ച് 1-2 ആഴ്ചകൾ കാണാൻ പാടില്ല അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് എൻ്റെ ഒരു ബാഡ് ലക്ക് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ മോഹൻ്റെ അച്ഛനും അമ്മയും ബിപ്തിയും രഘു ബിസ്വസ്. അപ്പോൾ ഇവർ ട്രിനിഡാഡിലാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ഒറിജിൻ ആണ്, ബട്ട് ദേ ആർ റിസൈഡിങ് ഇൻ ട്രിനിഡാഡ്. അപ്പോൾ അവർക്ക് 4 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്, പ്രതാപ്, പ്രസാദ്, ദിഹൂതി ആൻഡ് യങ്ങസ്റ്റ് ആയിട്ടാണ് മോഹൻ ഉണ്ടായപ്പോഴാണ് ഈ സീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഒരു ഡാർക്ക് നൈറ്റിൽ മെറ്റേണൽ ഗ്രാൻഡ് പാരൻസിൻ്റെ വീട്ടിലായിരുന്നു ആൾ ഉണ്ടായിരുന്നത്. 6 പേരിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പണ്ഡിറ്റ് പറയുന്നുണ്ട്, എന്താ പറയുക, മോഹൻ ഇന്നോസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ചൈൽഡാണ്, ഫാദറിൻ്റെ ഡെത്ത് കാരണമാവും, വെള്ളത്തിൻ്റെ അടുത്ത് നിന്നും കുട്ടീനെ മാറ്റി നിർത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അവനെ സ്കൂളിലേക്കൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഹി വാസ് ആസ്ക്ഡ് ടു ടേക്ക് കെയർ ഓഫ് ഹിസ് നെയ്ബേഴ്സ് കാഫ്. അവൻ്റെ ബ്രദേഴ്സൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് അവനത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ he was asked to take care of the neighbor's calf. and അതിനെ നോക്കുന്ന സമയത്ത് ഒരു വെള്ളത്തിൻ്റെ അടുത്തോട്ട് അവൻ പോകുന്നുണ്ട്. അതിൻ്റെ ഇത്രയും കാലം പോരുതെന്ന് പറഞ്ഞ് മാറി നിർത്തുമ്പോൾ പോകാനൊരു തോന്നലുണ്ടാവുമല്ലോ. അങ്ങനെ പോയി അവസാനം ആ പശുക്കുട്ടി മുങ്ങിപ്പോയി. അത് പേടിച്ചിട്ട് അവൻ വീട്ടിൽ വന്ന് ഒളിഞ്ഞിരുന്നു. അവനും വെള്ളത്തിൽ മുങ്ങിയെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ അച്ഛൻ വെള്ളത്തിലോട്ട് എടുത്ത് ചാടി തിരിച്ചു വന്നില്ല. അച്ഛൻ മരിക്കുകയാണ് ഉണ്ടായത്. തിരിച്ചു മീൻസ് ആൾ വെള്ളത്തിൽ പെട്ട് മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ മകൻ കാരണം അച്ഛൻ മരിച്ചു. അതിനുശേഷം അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ അവർക്ക് അവിടെ നിന്ന് മാറി പോകേണ്ടി വന്നു. അങ്ങനെ അവിടെ തൊട്ടിട്ടാണ് ആളുടെ ഒരു ഐഡൻറ്റിറ്റി, അല്ലെങ്കിൽ അച്ഛൻ മരിച്ചതിന് ശേഷം ആ ഒരു ഐഡൻറ്റിറ്റി ആൾക്ക് നഷ്ടപ്പെടുകയാണ്. ആൾക്ക് സ്വന്തമായ ഒരു വീടില്ലാതെ ആവുകയാണ്. അവിടെ ഒരുപാട് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്, പല ആൾക്കാർ വീട്ടിൽ നിൽക്കുന്നുണ്ട്. ആളുടെ ഓൻറ്റിൻ്റെ വീട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇരിക്കുന്ന സമയം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പണ്ഡിറ്റിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ആൾ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഒരു ബനാന മറ്റേ എടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 7 ബനാന മറ്റേ എടുത്ത് കഴിപ്പിച്ച് അവന് വയ്യാതെയാക്കി. അങ്ങനെ അവൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ലേറ്റർ അത് കഴിഞ്ഞ് പിന്നെ വേറൊരു വീട്ടിലോട്ട് പോയി, വേറൊരു സ്ഥലത്തോട്ട് പോയി. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആൾ കള്ളത്തരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവിടെ പ്രശ്നമുണ്ടായി. അവിടെ നിന്ന് വന്ന അവസാനം ആൾ പിന്നെ അതിനുശേഷം ആരും എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട, ഞാൻ തന്നെ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് ആൾ പല കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ആളുടെ ലൈഫിൽ. അപ്പോൾ ഒരു അറ്റൈനബിൾ ആയിട്ടുള്ളൊരു പൊസിഷൻ ആൾക്ക് കിട്ടിയിരുന്നില്ല. ആൾ പിന്നെ ആളായിട്ട് കണ്ടുപിടിച്ച ഒരു പോസ്റ്റ് സൈൻ ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ, എഴുതുന്ന ആ സംഭവങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ആൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോകുന്ന സമയത്താണ് ആൾ ഈ ഹനുമാൻ ഫാമിലിത്തെ ഏറ്റവും യങ്ങസ്റ്റ് ഡോട്ടറായിട്ടുണ്ടായിരുന്ന ഷാമീനെ കാണുന്നത്. അവളെ കണ്ടു, അവളെ ഇഷ്ടമായി, അവൾക്കൊരു ലെറ്റർ അയച്ചു. പക്ഷെ ആ ലെറ്റർ കല്യാണം കഴിക്കണമെന്നൊന്നും ആർക്കുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു ഇൻഫാക്ച്വേഷൻ അങ്ങനെ അയച്ചതാണ്. പക്ഷെ ആൾക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു. കല്യാണം കഴിച്ചപ്പോൾ ആൾക്ക് ഡോറി കിട്ടിയിട്ടില്ല, ആൾക്ക് ഒരു സ്വത്തും പണവും കിട്ടിയിട്ടില്ല, വീടൊന്നും കിട്ടിയിട്ടില്ല.
ഒരു ട്രാപ്ഡ് മാരേജ് പോലെയായിരുന്നു. അതിനുശേഷം ആൾക്ക് ഹനുമാൻ ഹൗസിൽ നിൽക്കേണ്ടി വന്നു, ഒരുപാട് കാലം അവിടെ നിൽക്കേണ്ടി വന്നു. പലവട്ടം ആൾ ഇൻസൾട്ടഡ് ആയി, ആൾക്ക് അവിടെ നിൽക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ഈ ഹനുമാൻ ഹൗസ് ഒരു കൊളോണിയൽ പവറും ആളൊരു നേറ്റീവ്, അങ്ങനെ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. എപ്പോഴും ഈ ഒരു ഹനുമാൻ ഹൗസിനോട് എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. തുളസി എന്നാണ് ആ ഫാമിലിയുടെ പേര്, തുളസിയിടത്തിൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കലായിരുന്നു ആൾക്ക് പണി. അവസാനം ഓരോ വട്ടം ആൾ അതിൻ്റെ ഇടയിൽ നിന്ന് മാറി പോയി വീട് വെക്കാൻ ശ്രമിക്കുന്നു. വീട് വെക്കാൻ പറ്റില്ല, ആൾക്ക് സ്വന്തം നല്ലൊരു ജോലി കിട്ടില്ല, സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റില്ല, പല പ്രശ്നങ്ങളുണ്ടാകും. ആൾക്ക് ആളുടേതായ ഒരു ഐഡന്റിറ്റി ഇല്ല, അവരൊക്കെ ആളെ പുച്ഛത്തോടെ നോക്കും. അപ്പോൾ ആൾക്ക് ആളുടേതായിട്ട് എന്തെങ്കിലും വേണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അങ്ങനെ പല പ്രശ്നങ്ങൾ കാരണം ആൾക്ക് അങ്ങനെ ആവാൻ പറ്റാത്തതുകൊണ്ടും ഒരു വീടൊക്കെ വെക്കണം എന്നുള്ളൊരു ആഗ്രഹം ആളുടെ മനസ്സിൽ കൂടി വരും. എത്രത്തോളം വീട് വെക്കുന്നതോറും അത് കേടുവരുന്നു, അത്രത്തോളം ആളുടെ ആഗ്രഹങ്ങൾ മാറിക്കൂടി തന്നെ ഉള്ളൂ. അവസാനം ആൾ എങ്ങനെയെങ്കിലും ഒരു വീട് വാങ്ങും. അത് പക്ഷേ പറ്റിച്ചതാണെങ്കിൽ കൂടിയും ആ വീട്ടിൽ കിടന്ന് മരിച്ച് ഒരു സമാധാനത്തോടെ മരിക്കുന്നതാണ് ആ ഒരു മനുഷ്യൻ്റെ കഥ അതിനകത്തുള്ളത്. അപ്പോൾ ഇറ്റ്സ് എ കൺസ്റ്റന്റ് ഫൈറ്റ് ഓർ ബാറ്റിൽ ബിറ്റ്വീൻ ദിസ് ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ഒരുപാടുണ്ട്. അതല്ലാതെ ഈ ഒരു തുളസിയിടം എന്ന് പറയുന്ന ആ ഒരു കൊളോണിയൽ ആസ്പെക്ട് അവിടെ കാണാൻ പറ്റും. ഒരു ഐഡന്റിറ്റി, ആ ഒരു വീടെന്ന് പറയുന്ന ആൾക്കൊരു ഐഡന്റിറ്റി ആയിട്ട് മാറുന്നത് കാണാൻ പറ്റും. പിന്നെ ഒരു റൂട്ട്ലെസ്നെസ്, അങ്ങനെ പല കാര്യങ്ങളും ഒരു പോസ്റ്റ് കൊളോണിയൽ ഐഡിയയിൽ നമുക്ക് ഈ ഒരു വോക്കിൽ കാണാൻ പറ്റും. ആൾക്ക് 4 മക്കളുണ്ട്. അതിനകത്ത് അവരുടെ കൂടെ ഒരു നല്ലൊരു ലൈഫ് ക്രിയേറ്റ് ചെയ്യണമെന്നായിരുന്നു ആൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ മക്കളായിട്ടൊരു ബോണ്ടിങ് ആൾക്ക് നേരെ പോലെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആനന്ദ് എന്ന് പറയുന്ന മൂത്ത മകനെ എന്നെ പോലെ ആക്കരുത്, അവന് നല്ലോണം എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നൊരു തോട്ടുള്ള ഒരാളായിരുന്നു. ആൻഡ് അവനെ പഠിപ്പിക്കാൻ വിടും എല്ലാം ചെയ്തിട്ടുണ്ട്. മകളെ ആണെങ്കിലും ഓർത്തഡോക്സ് ആയിട്ട് പഠിപ്പിക്കാൻ വിടായ്മയൊന്നുമില്ല, വിട്ടിട്ടുണ്ടായിരുന്നു. അവസാനം ഈ മകളാണ് അച്ഛൻ്റെ കടമൊക്കെ വീട്ടുന്നത്. അവസാനം അപ്പം അങ്ങനെ ആ ഒരു കുട്ടികളായിട്ടുള്ള റിലേഷൻഷിപ്പ് ആൾക്ക് അധികം വന്നിട്ടില്ലെങ്കിലും, കാരണം ഭാര്യ പലപ്പോഴും ഭാര്യയുടെ ശ്യാമയ്ക്കാണെങ്കിൽ അവളുടെ വീട്ടുകാർ പറയുന്നതിൻ്റെ അപ്പുറം ഇല്ലാന്നൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നു. ലാസ്റ്റ് ആയിട്ടാണ് ആൾ മാറിയത്. അപ്പോൾ അതുവരെ മക്കള് പലവട്ടവും ആ വീട്ടിൽ പോയി നിൽക്കും, ആൾ ഒറ്റയ്ക്ക് നിൽക്കും, അങ്ങനെ ഒരു കൺസ്റ്റന്റ് സ്ട്രഗിളിലായിരുന്നു. ഇവൻ്റെ ഒരു ഫാമിലി ഉണ്ടെങ്കിൽ കൂടിയും ഒരു ഫാമിലി ഇല്ലാത്ത അവസ്ഥ, ഏലിയനേറ്റഡ് ആയിട്ട് തോന്നുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു മോഹൻ ബിസ്വസിൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സൈൻ ഷോപ്പിൽ വർക്ക് ചെയ്തതിന് ശേഷം അവിടെ ആ ഒരു റം ഷോപ്പിൽ വർക്ക് ചെയ്തതിന് ശേഷം പണ്ഡിറ്റ് ജയറാമിൻ്റെ അടുത്ത് നിന്ന് മാറിയിട്ട് അവർ റം ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റം ഷോപ്പിൽ വർക്ക് ചെയ്തിട്ട് തെഫ്റ്റിൻ്റെ പേര് അക്യൂസ് ചെയ്തിട്ട് ആൾ അവിടുന്ന് ഭാരത എന്ന് പറയുന്ന ആൾ അക്യൂസ് ചെയ്തിട്ട് അവിടുന്ന് ആൾ വന്നതിന് ശേഷം പിന്നെ ആൾ സ്വയമായിട്ട് ജോബ് കണ്ടുപിടിച്ചതാണ് ഈ സൈൻ ഷോപ്പ്. അവിടെ നിന്നാണ് ഈ ഒരു തുളസി ഫാമിലീൻ്റെ ഷോപ്പിലോട്ട് പോകുന്ന അവിടെ മീറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവന്തോ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെങ്കിലും കല്യാണം കഴിക്കേണ്ടി വന്നത്. പിന്നെ ആൾ ബിസിനസ്സൊക്കെ ചെയ്യാൻ നോക്കി, പക്ഷേ സക്സസ്ഫുൾ ആയില്ല, ഒരുപാട് കാശൊക്കെ പോയി. പിന്നെ ഈ കുട്ടികളുണ്ടായി, സവി എന്ന് പറഞ്ഞ കുട്ടിയും ആനന്ദ് എന്ന് പറഞ്ഞ കുട്ടിയും. അതിനുശേഷം ആളൊരു ജേർണലിസ്റ്റിൻ്റെ ജോബിന് പോയിട്ടുണ്ടായിരുന്നു ഒരു ന്യൂസ് പേപ്പറിൽ. പക്ഷെ ആ ന്യൂസ് പേപ്പർ ശരിക്കും ഹാഫ് ട്രൂത്ത് ഹാഫ് ഗോസിപ്പും അടിക്കുന്ന ന്യൂസ് പേപ്പറായിരുന്നു. ബട്ട് സ്റ്റിൽ ആ സമയത്താണ് തുളസി ഫാമിലി ഇത്രയെങ്കിലും ആളൊരു റെസ്പെക്റ്റോടെ കാണാൻ പറ്റുന്നത് നമുക്ക്. അപ്പം ആളങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് ശ്യാമ അവളുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഷീ ഇൻവൈറ്റ് ഹിം ടു കം ആൻഡ് ലിവ് വിത്ത് ഹിം അഗൈൻ. ആൻഡ് ആൾ വന്നു. ഈ വരുന്ന സമയത്ത് ഈ മിസ്സസ് തുളസിയുടെ മകനായിട്ടുള്ള ഓവാർഡ്, ശ്യാമയുടെ ബ്രദറിൻ്റെ ഇംഗ്ലണ്ടിലോട്ട് പറഞ്ഞു വിടാനുള്ള കാര്യത്തിനൊക്കെ നോക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ അവിടെ മിസ്സസ് തുളസി ഇല്ല, സേത്ത് ബ്രദർ ഇൻ ലോ ഓഫ് മിസ്സസ് തുളസി അവരൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്തും അവർ ഹാപ്പി ആയിട്ട്, അയാൾ അവിടെ ഒറ്റയ്ക്ക് അവരില്ലല്ലോ, അപ്പോൾ സമാധാനം, അപ്പോൾ അവരൊക്കെ ഉണ്ടെങ്കിലാണ് പ്രശ്നം. അപ്പോൾ ആൾ അങ്ങനെ സമാധാനമായിട്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സേത്ത് തിരിച്ചു വരുന്നതും ആ ഒരു വീടിനെ അങ്ങനെ മാറ്റുന്നതും. എല്ലാവരെയും അത് വെറുപ്പിച്ചു. പിന്നെ അവസാനം വീണ്ടും ആൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. തുളസിയിൽ ഒരു അപ്ഹീവൽ ഉണ്ടാവുന്നുണ്ടായിരുന്നു. അവിടെ ഒരു ഫാമിലിയിൽ ഒരാൾ മരിക്കുന്നുണ്ട്. പിന്നെ ട്രിനിഡാഡ് എക്കോണമിയിൽ വേൾഡ് വാർ സെക്കൻഡിൻ്റെ ഇമ്പാക്റ്റ് വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളും അവിടെ കാണാൻ പറ്റും. ഈ ഒരു വർക്കിനെ നമുക്കൊരു മോഡേൺ മാൻ എന്ന് പറയുന്നത് ആൽവിൻ എന്ന് പറയുന്ന ക്രിട്ടിക്ക് പറയുന്നത് മോഡേൺ മാൻ ഇസ് ദ ന്യൂ നൊമാഡ്. മോഡേൺ മാൻ എന്ന് പറയുന്നത് ഒരു ന്യൂ നൊമാഡ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു റൂട്ട്ലെസ്നെസ്, ആ ഒരു ഹോംലെസ്നെസ്, അല്ലെങ്കിൽ ആ ഒരു ഏലിയനേഷൻ, ഇതെല്ലാം ഹീ ഈസ് ഇൻ എ സെർച്ച് ഫോർ ഹിസ് ഓൺ ഐഡന്റിറ്റി. ഇതെല്ലാം കാരണം ബിസ്വസ് ഈസ് ഇൻ എ സെർച്ച് ഫോർ ഹിസ് ഓൺ ഐഡന്റിറ്റി. അപ്പോൾ ആൾ ഈ മോഡേൺ ആയിട്ടുള്ളൊരു ലൈഫ് ഉള്ള ഒരു മാനാണ്. ഹീസ് എ ന്യൂ നൊമാഡ്. ആളാണെങ്കിൽ നാലുപാട് നടക്കുന്നത് നൊമാഡ് പോലെ, ഒരു എയിം ഇല്ലാണ്ട്, ആഗ്രഹങ്ങൾ മാത്രം കുറേ ഉണ്ടായി, അത് എങ്ങനെ ചെയ്യണം എന്നറിയാതെ നടക്കുന്ന ഒരു നൊമാഡ്. അപ്പോൾ ഈ ഒരു കോട്ടിങ് മോഡേൺ മാൻ ഇസ് ദ ന്യൂ നൊമാഡ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോറിക്ക് ആപ്റ്റാണ്. ആൻഡ് മിസ്റ്റർ ബിസ്വസിനെ നമുക്കൊരു എവ്രി മാൻ, നമ്മളെല്ലാവരും കോമൺ ആയിട്ട് എല്ലാവർക്കും ഇതേപോലെ ഒരുപാട് നടക്കാത്ത ആഗ്രഹങ്ങളുണ്ടാവും. മേ ബി ഒരു വീടിനുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. എല്ലാവർക്കും അത് പോസിബിൾ ആവുന്നില്ല, എല്ലാവരും റിച്ച് ആയിരിക്കണമെന്നില്ല. ഒരുപാട് ആഗ്രഹിച്ച് അവസാനം വീട് പണിത് എന്തെങ്കിലും പ്രശ്നം വന്ന് അത് നഷ്ടപ്പെടുന്നവരുണ്ടാവും. സോ ഹീ ഈസ് ദ മോഡേൺ വേർഷൻ ഓഫ് എവ്രി മാൻ. ഹീ സിംബലൈസസ് ദ ഇന്ത്യൻ മാൻ ഓഫ് ലോവർ മിഡിൽ ക്ലാസ് ambition to have a house of his own. Okay. പിന്നെ ഈ ബിസ്വസിന്റെ ക്യാരക്ടർ, ഹീ is not someone who's ready to succumb to failure. Like ഓരോ വട്ടം തോൽക്കുമ്പോഴും ആൾ വീണ്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. even though he felt tired, even though he is
alienated, or even though he is feeling bad or depressed or whatever it is, he fights against the slavery. He revolts against തുളസിഡം. അപ്പോൾ തുളസി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു കൊളോണിയൽ വ്യൂ ആണ്, അല്ലെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പ്, അല്ലെങ്കിൽ ദേ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ വൈറ്റ് മാസ്റ്റേഴ്സ്. അവരുടെ ലൈഫ് അവർ വൈറ്റ് ആൾക്കാരെ മോഡൽ ചെയ്തിട്ട് സിസ്റ്റമാറ്റിക് ആക്കി കൊണ്ടുവന്നതാണ്. ഇവൻ ദോ ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ് ഹിന്ദു ഫാമിലിയാണ് അവിടെയെങ്കിലും, അവിടെ ഭയങ്കര റിച്വൽസും കാര്യങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ടെങ്കിലും സ്റ്റിൽ അവർ ക്രിസ്മസും ആഘോഷിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ബിസ്വസ് പറയുന്നുണ്ട് ഒരു ഹിന്ദു ഫാമിലിയിൽ എന്താ പറയുക, ഈ ഹിന്ദുക്കളെക്കാട്ടിലും കൂടുതൽ, ഹിന്ദു കൾച്ചേഴ്സിനേക്കാൾ കൂടുതൽ ഇവിടെ ക്രിസ്ത്യൻ സംഭവമാണ് ആഘോഷിക്കുന്നത്. കാരണം ഈ ഒരു ക്രിസ്മസിന് പരിപാടി നടത്തുന്ന സമയത്ത് ഒരുപാട് പേര് വരും, ഒരുപാട് ക്രിസ്ത്യൻസ് അങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ടാണ് ആൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പറയുന്നത്. ഇവൻ അത് പറയേണ്ട ആവശ്യമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നോ, ബട്ട് സ്റ്റിൽ ആ ഒരു അത്രയും എന്താ പറയുക ഹൈ ക്ലാസ് ആയിട്ടുള്ള ഒരു ഹിന്ദു ഫാമിലി അവർ ട്രിനിഡാഡിൽ എന്ന് പറയുന്ന സ്ഥലത്തിൽ എത്തിയത് കൊണ്ട് അവരെ ഹിന്ദു കൾച്ചറിനേക്കാളും കൂടുതൽ റെവലൻസ് ഓർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏതിനാണ്, ആ ഒരു കൊളനൈസറിൻ്റെ ആ ഒരു റിലീജിയൻ ആണ് എന്നുള്ളത് കാണിക്കാനാണ് അവിടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആൾ പറയുന്നത്. So Mrs. Tulsi, she adopted a non-Hindu Trinidadian life because അവരുടെ ഹിന്ദു കൾച്ചർ വാസ് അറ്റാക്ട് ബൈ ദ വെസ്റ്റേൺ കൾച്ചർ. അതുകൊണ്ട് അതിലപ്പോൾ അവിടെ ബെസ്റ്റായിട്ട് നിൽക്കുന്നത് ആൻഡ് ദേ അഡാപ്റ്റഡ് ദെംസെൽഫ് ആൻഡ് ട്രൈ ടു അസിമുലേറ്റ് ഇൻ ടു ദ ന്യൂ കൾച്ചർ ആൻഡ് അവർ അസിമുലേറ്റ് ആയി എന്നാണ് പറയുന്നത്. അതിന് വേറെ എക്സാമ്പിൾ ഓവേഡ്, അവരുടെ ബ്രദർ ആ ഇംഗ്ലണ്ടിൽ പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവൻ ആ ഫാമിലിയിൽ അവൻ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം അവൻ ആകെ മാറി, എല്ലാം അവൻ്റെ ഔട്ട്ലുക്കൊക്കെ മാറി, അവൻ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. ഇവൻ ആനന്ദിനെ അവൻ അടിക്കുന്നുണ്ട്. അതിനുശേഷം ബിസ്വസ് വീണ്ടും അവിടെ പോയി നിന്ന സമയത്താണ് ഇത് ഉണ്ടാവുന്നത്. അതിനുശേഷം പിന്നെ ബിസ്വസ് അങ്ങോട്ട് പോയിട്ടില്ല, അയാൾ തിരിച്ച് ആളുടെ വീട്ടിൽ സ്വന്തമായിട്ടുള്ളൊരു വീട്ടിൽ പോകാൻ ശ്രമിച്ചു, വാടകയ്ക്കൊക്കെ പോയി അങ്ങനെ മാറി, പിന്നെ ലേറ്റർ സ്വന്തമായിട്ട് മാറിപ്പോയി. ആസ് ഓവർ റിട്ടേൺ ഫ്രം ഇംഗ്ലണ്ട് ഹി ബിക്കേം ദ ഡിഫാക്ടോ ഹെഡ് ഓഫ് ദ ഫാമിലി. ആൻഡ് മിസ്റ്റർ ബിസ്വസ് ഡിസൈഡഡ് ടു ബൈ എ ഹൗസ് ഫ്രം അജോദ ആൾ ട്രിക്ക് ചെയ്ത് അവസാനം ആൾ ഇവൻ ദോ ലൈക്ക് എന്താണ് ആളുടെ മക്കളൊക്കെ പഠിക്കാൻ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ആൾക്ക് വീട് വാങ്ങണം എന്നുള്ളത് ആൾ അറിഞ്ഞിട്ടില്ല, അത് ഇത്രയും നന്നല്ലാത്തൊരു വീടായിരുന്നു, പറ്റിക്കുകയാണ് തന്നെ ചെയ്തത്. പക്ഷെ അവിടെ എത്തിയിട്ട് പിന്നെയും ആൾ അഡ്ജസ്റ്റ് ചെയ്തു. ഈവൻ ശ്യാമ ഇത്രയും കാലം അവൾ അങ്ങനെ അഡ്ജസ്റ്റബിൾ ആയിട്ട് നിൽക്കുന്ന ഒരാളല്ലെങ്കിലും ആ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇത് നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റുന്നുള്ള വീടാണെന്ന് തോന്നുന്നു. അവൾക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നില്ല അത്, ബട്ട് സ്റ്റിൽ ആളെ മടുപ്പിച്ചൊന്നുമില്ല. നമുക്ക് താമസിക്കുന്നതിന് മുന്നേ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും തോന്നുന്നു എന്ന് മാത്രമേ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞതിൽ അല്ലാതെയുള്ള വേറെ പോസ്റ്റ് കൊളോണിയൽ എലമെൻറ്റ്സ് ആയിട്ടുള്ള ഹോംലെസ്നെസ് നമുക്കറിയാം. ഒരു വീടില്ലാത്തതിൻ്റെ പ്രശ്നമായിരുന്നു ആൾക്ക് മുഴുവൻ ഉണ്ടായിരുന്നത്. ആൾക്ക് ഒരു വീട് ഹൗസ് ഓഫ് മിസ്റ്റർ ബിസ്വസ് എന്നാണ് പറയുന്നത്. അപ്പം ആ വീടുകളിൽ നിന്നൊക്കെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഷെൽട്ടറിനെയാണ് ആൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ആൾക്ക് കിട്ടിയതൊന്നും അങ്ങനത്തെ അല്ലായിരുന്നു. ഹി വാസ് ഡൺ വിത്ത് എവറി ഹൗസ് ദാറ്റ് ഹി ലിവ്ഡ്. സോ ആളുടെ ആ ഒരു ഹോംലെസ്നെസ്, പിന്നെ ഒരു ഏലിയനേഷൻ നമ്മൾ പറഞ്ഞു, ആൾ ഒറ്റപ്പെടുന്ന പോലെ ഉണ്ടായിരുന്നു. പലപ്പോഴും ആൾ ഒറ്റയ്ക്കായിരുന്നു. ആളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ആളുടെ വൈഫ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അവളുടെ ഫാമിലിനെ ആയിരുന്നു അറ്റ് ദ ബിഗിനിങ്. ലേറ്ററാണ് അത് മാറി വന്നത് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ഹിസ് ലൈഫ്. മക്കളും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആനന്ദനൊക്കെ ലൈക്ക് അച്ഛൻ ചെയ്ത പോലെ ആവാൻ താല്പര്യമുണ്ടായിരുന്ന മകനാണ്. ഒരു നല്ല വാക്ക് അച്ഛനോട് പറയാൻ പറ്റിയിട്ടില്ല. അവർക്ക് രണ്ടുപേർക്കും നമ്മളൊരു കണക്ഷൻ ഇല്ല എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ ഒരു ഈസ്റ്റ് ഇന്ത്യൻ ഇമിഗ്രൻറ്റിൻ്റെ ഒരു സ്ട്രഗിളാണ് കാണുന്നത്. അപ്പോൾ ഇന്ത്യത്തെ ആൾക്കാർ ട്രിനിഡാഡിൽ പോയി താമസിക്കുന്നവരാണ്. ദേ ബിക്കം എ പാർട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി, ബട്ട് ദേ ഡോണ്ട് അക്സെപ്റ്റ് ദം. അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, തിരിച്ചു വരുമ്പോൾ ഇവിടെ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ എല്ലാവരുടെയും ഒറ്റപ്പെടൽ, ഒരു ഏലിയനേഷനാണ് അവിടെ ഉള്ളത്. ആൻഡ് ഒരു സെർച്ച് ഫോർ സെൽഫ് കാണാൻ പറ്റും. ആളുടെ ഒപ്പീനിയൻസിനൊന്നും ഒരു വിലയില്ല. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ആ ഒരു വീട്ടിൽ ഹനുമാൻ ഹൗസിൽ ആൾക്ക് ഒരു വിലയും കൊടുക്കുന്നുണ്ടായിരുന്നില്ല ആരും. ആൾക്കൊന്നും പറയാൻ പറ്റില്ല. ആളുടെ അഭിപ്രായത്തിന് അവിടെ പ്രസക്തിയേ ഇല്ല. അപ്പോൾ ഒരു ആ ഒരു സൺ ഇൻ ലോ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ആൾക്കില്ല, ഒരു ഫാദർ എന്ന് പറയുന്ന പൊസിഷൻ ആൾക്കില്ല, ഒരു ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ ആൾക്കില്ല. ഒന്നും ആൾക്ക് ആ ഒരു എന്താ പറയുക, ആളുടേതായിട്ട് ആൾക്ക് ഒന്നുമില്ല. ഒരു സെർച്ച് ഫോർ സെൽഫ്, ആ ഒരു വീട് എന്നുള്ളത് ആളുടെ സെൽഫ് ഐഡൻറ്റിറ്റിയുടെ ഒരു സെർച്ച് ആയിരുന്നു. ആ വീട്ടിലാണ് ആളുടെ ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നത്. പലവട്ടം ആൾ വീട് വെച്ചിട്ട് നിശ്ചയിച്ച് പോയിട്ടും അവസാനവും അതിലോട്ട് എത്തണം എന്നുള്ളൊരു ആഗ്രഹം കണ്ടിന്യൂസ് ആയിട്ട് വരാൻ കാരണം അതുതന്നെയായിരുന്നു. ആൻഡ് ബിസ്വസ് സെൽഫ് റെസ്പെക്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ ആയിരുന്നു. അതുകൊണ്ടാണ് ആൾ ഈ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദിസ് തുളസിഡം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെബൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഹനുമാൻ ഹൗസ് എന്ന് പറയുന്നത്, ഹനുമാൻ ഒരു ദൈവമാണ്. ദൈവത്തിൻ്റെ പേരിലാണെങ്കിൽ കൂടിയും അവിടെ ഒരു ഹിന്ദു കൾച്ചറിനെ ഒന്നും വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. ഹനുമാൻ ഹൗസ് എന്ന് പറയുന്ന ഒരു പേര് തന്നെ സിംബോളിക് ആണ്. ഒരു മങ്കി ഗോഡാണ്. ഇറ്റ് ഇസ് നെയിംഡ് ആഫ്റ്റർ ദ മങ്കി ഗോഡ് ഹനുമാൻ. ആൻഡ് ഈ അവരുടെ പേർപ്പസ് എന്ന് പറയുന്നത് ഒരുപാട് ബിസിനസ്, ഭയങ്കര റിച്ച് ആയിട്ടുള്ള പീപ്പിൾസ് ആണ്. അപ്പോൾ അത്രയും റിച്ച് ആയിട്ടുള്ള
പീപ്പിൾ ആണെങ്കിൽ കൂടിയും അവരുടെ എന്താ പറയുക മൈൻഡ് സെറ്റ് ഇസ് നോട്ട് സംതിങ് ഗുഡ്. അവർ ഒരു പ്രസന്റിൽ ജീവിക്കുന്ന പോലെയാണ് അവർ അവിടെ ജീവിക്കുക. ഇറ്റ് ഇസ് ആസ് ഗുഡ് ആസ് പ്രസന്റ് എന്നാണ് പറയുന്നത്. ആൻഡ് ദ പീപ്പിൾ ഹു ലിവ് ഇൻ ദിസ് ഹൗസ് ആർ ലൈഫ്ലെസ് ആൻഡ് ഡിസ്റ്റർബ്ഡ്. അവരാരും ഹാപ്പി അല്ല, അവരാരും ഒരു സന്തോഷത്തിലൊന്നും ഇരിക്കുന്ന ആൾക്കാരല്ല. ഒരുപാട് ഒരു റിച്വൽസ് ഫോളോ ചെയ്യുക, ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉള്ള ഒരു വീട്. ആൻഡ് അവരുടെ ആ ഒരു വീട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സിമ്പിൾ ഓഫ് ഡാർക്ക്നെസ് ആൻഡ് ഡീക്കേ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ കൊളോണിയലിസമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള ആൾക്കാരെ ഒപ്രസ് ചെയ്യാൻ നോക്കുന്നത്, ഇപ്പോൾ ബിസ്ബസിനെയൊക്കെ ഒപ്രസ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ ബിസ്ബസ് ഫൈറ്റഡ് അഗെയിൻസ്റ്റ് ഇറ്റ്. പലവട്ടം തോൽക്കേണ്ടി വന്നെങ്കിൽ കൂടെയും ഹി സ്റ്റിൽ ഫൈറ്റഡ് അഗെയിൻസ്റ്റ് ഇറ്റ്. ആൻഡ് ആ ഒരു ഹിന്ദു റിച്വൽസ് ഒക്കെ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ റിയൽ സ്പിരിറ്റ് അവിടെ ഉണ്ടായിരുന്നു, അത് ബൈപ്പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു ഏലിയൻ കൾച്ചറിനെയും കൂടെ അതിൻ്റെ ഇൻഫ്ലുവൻസ് ഒരുപാട് ഉണ്ടായിട്ടുള്ള ഒരു ഹിന്ദു കൾച്ചറാണ് അവിടെ ഉള്ളത്. സോ ദ ഹിന്ദു കൾച്ചർ ഫെയിൽ ടു സർവൈവ് ലോങ് ബിക്കോസ് ഓഫ് ദിസ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഓഫ് ഏലിയൻ കൾച്ചർ. ഞാൻ പറഞ്ഞു ക്രിസ്മസിന്റെ കാര്യം, ക്രിസ്ത്യൻ വിസിറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ ബിസ്ബസ് പറയുന്നുണ്ട്, വെൽ സിൻസ് ഐ ഹാഡ് ബീൻ ഇൻ ദിസ് ഹൗസ് ഐ ബിഗിൻ ടു ഗെറ്റ് ദ ഫീലിംഗ് ദാറ്റ് ടു ബി എ ഗുഡ് ഹിന്ദു യു മസ്റ്റ് ബി എ ഗുഡ് റോമൻ കാത്തോലിക് ഫസ്റ്റ്. നമ്മൾ ഗുഡ് റോമൻ കാത്തോലിക് ആയാലേ നമ്മളൊരു ഗുഡ് ഹിന്ദു ആവുള്ളൂ എന്നാണ് ആൾ പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ആൾക്ക് വീട് എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ ഷെൽട്ടറാണ്. ആളുടെ ഐഡന്റിറ്റി ആ വീട്ടിലാണെന്ന് പറയുന്നത്. അപ്പോൾ ആളൊരു വീട് വാങ്ങിയതിൻ്റെ സമയത്ത് സിക്കിം സ്ട്രീറ്റിലൊരു വീട് വാങ്ങിയ സമയത്ത് അത് ആളുടെ ഇൻഡിവിജ്വൽ ലിബർട്ടിയുടെ സിമ്പിളായിട്ടാണ് കാണിക്കുന്നത്. അവിടെ ആൾ പ്ലാന്റ്സ് ഫ്ലവറും കാര്യങ്ങളൊക്കെ കുഴിച്ചിടുന്നുണ്ടായിരുന്നു. ഹി പ്ലാന്റ്സ് ഫ്ലവർ ആൻഡ് ട്രീസ് ഓർ പ്ലാന്റ്സ് ആൻഡ് ഇറക്ട്സ് എ ബൗണ്ടറി. ആളുടേതായ ഒരു ബൗണ്ടറി കിട്ടുകയാണ്. ആൻഡ് അത് ആളുടെ പൊസിഷൻ ഓഫ് ദി എർത്ത് ആണ്, അത് ആളുടെ സ്ഥലമാണ്. ഈ ഒരു എർത്തിൽ ആൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ആളുടേതായ ഒരു സംഭവം എന്നുള്ളൊരു സംഭവമാണ് അതിനകത്ത് കാണിക്കുന്നത്. അതാണ് അവിടെ സെർച്ച് ഫോർ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഹിസ് പോർഷൻ ഓഫ് എർത്ത്, ആളുടേതായിട്ട് സംതിങ് ഫോർ ഹിം, ആളുടെ പേരിൽ സെർച്ച് ഫോർ സെൽഫ് ആയിരുന്നു ആ വീട് കാണിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇവഞ്ച്വലി അതും വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല വീടിൻ്റെ, ബിക്കോസ് ഓഫ് ഫണ്ട് ഇഷ്യൂസ്. ആൻഡ് അത് ഇൻകംപ്ലീറ്റ് ആയി പോയി എന്നാണ് പറയുന്നത്. ഒരു അൺഫുൾഫിൽഡ് ഡ്രീം ഓഫ് ഹിസ് ഓൺ ഹൗസായി മാറി. ആൾ വീട് വെച്ചത് പിന്നെ ഒരു വീട് ഫയർ വന്ന് എന്താ പറയുക കത്തിപ്പോകുന്നുണ്ട്. അങ്ങനെ പല പല റീസൺസിലാണ് ആളുടെ വീട് നഷ്ടപ്പെട്ടു പോകുന്നത്, ആളുടെ കഷ്ടപ്പാടെല്ലാം ഇല്ലാതെ ആവുന്നത്. പിന്നെ ലാംഗ്വേജ്, ഒരു എന്താ പറയുക ഒരു മിക്സിങ് ഓഫ് ലാംഗ്വേജ്, അല്ലെങ്കിൽ ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ദി കോളോണൈസേഴ്സ് ലാംഗ്വേജ്, ഇംഗ്ലീഷിനോട് ഒരു കാണുന്ന ഇമ്പോർട്ടൻസ്. അപ്പോൾ ബിസ്ബസ് ഒക്കെ കൂടുതലും ഇംഗ്ലീഷിലാണ് സംസാരിക്കാറുള്ളത്. അത് ആളവിടെ ആ ഒരു വീട്ടിൽ ഹനുമാൻ ഹൗസിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ആൾക്കൊരു പവർ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ആൻഡ് അത് തിരിച്ച് ആളോട് ഇങ്ങോട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സെത്ത് ഇംഗ്ലീഷ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആൾ പ്രതീക്ഷിച്ചത് ഹിന്ദിയിൽ, ബാക്കി എല്ലാവരോടും ആൾ ഹിന്ദിയിൽ സംസാരിക്കാം. പക്ഷേ ഇയാളോട് മാത്രം ഇംഗ്ലീഷ് സംസാരിച്ചപ്പോൾ ആളുടെ ആ ഒരു പൊസിഷനും അവിടെ ഇല്ലാതെയാവുകയാണ് ചെയ്തത്. അത് ആൾക്ക് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടൊരു സംഭവമായിരുന്നു. പിന്നെ ആളുടെ സിസ്റ്ററിനോടൊക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട്, ആളുടെ ആൻറ്റിനോടൊക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആളുടെ വീട്ടുകാർ, അമ്മയും അങ്ങനെ അച്ഛനും അവരും സിസ്റ്റേഴ്സൊന്നും അങ്ങനെ അധികം, സിസ്റ്ററൊന്നും അധികം ഹിന്ദി ഒന്നും യൂസ് ചെയ്യാത്ത ഇംഗ്ലീഷ് ഒന്നും യൂസ് ചെയ്യാത്ത ആൾക്കാരാണ്. പക്ഷെ അവൻ്റെ അച്ഛൻ മരിച്ച ഫ്യൂണറലിൻ്റെ സമയത്ത് ഫോട്ടോഗ്രാഫറിനോട് ഇംഗ്ലീഷിൽ ഫോട്ടോ എടുക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കുന്നത് ആ ഒരു സ്റ്റാൻഡേർഡാണ് ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്നത്. ഈവൻ ആളുടെ ഭാര്യയും നമ്മൾ ഹിന്ദി സംസാരിക്കുന്ന ഏറ്റവും കൂടുതൽ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിലായിരിക്കും നമ്മൾ ഹിന്ദി സംസാരിക്കുക. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പുറത്തായിരിക്കും, അങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഭാര്യ അടുത്ത് പോലും ആൾ ഹിന്ദിയിൽ സംസാരിക്കുക, ആൾ ഇംഗ്ലീഷിൽ സംസാരിക്കാറുള്ളത്. അവർക്ക് അധികമൊന്നും പറയാനില്ല, അവർ തമ്മിലൊരു കമ്മ്യൂണിറ്റി, ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ആൾക്ക് ഭാര്യയായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഹിന്ദീനെ അവിടെ ആൾക്കാർ ഈ ഇങ്ങനെ ഓരോ സ്ത്രീകളുണ്ടാവില്ല, സൊസൈറ്റിയിലെ സ്ത്രീകൾ, അവർക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ വുമൺ അവർ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സീക്രട്ട് ലാംഗ്വേജ് ആയിട്ടാണ് പബ്ലിക് സ്പേസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്ക് എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ യൂസ് ചെയ്യുന്ന സീക്രട്ട് ലാംഗ്വേജ് ആയിട്ടാണ് അവർ ഹിന്ദീനെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ലാംഗ്വേജ്, ആ ഹിന്ദി എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് സൈൻ ഓഫ് ഇൻറ്റിമസിയാണ്, ടെൻഡർനെസ് ഒക്കെ കാണിച്ച് ഉള്ളതാണ്. അപ്പോൾ അവർ ഈ എന്താ പറയുക ഡിസ്റ്റൻസ് ആൻഡ് റിജക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നവരുണ്ട്. ചില ആൾക്കാർക്ക് അതൊരു സീക്രട്ട് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് രീതിയിലാണ് അത് ആ ഒരു ലാംഗ്വേജ് പുറത്തു പോയപ്പോൾ തോന്നുന്നത്. അപ്പം താരിയും വീപ്തിയൊക്കെ ഹിന്ദിയാണ് യൂസ് ചെയ്യുക, ബിക്കോസ് ദേ ആർ നോട്ട് കംഫർട്ടബിൾ ഇൻ യൂസിങ് ഇംഗ്ലീഷ് ഇൻ ഫ്രണ്ട് ഓഫ് ഫോറിനേഴ്സ്. അപ്പോൾ ഓരോ ആൾക്കാർ ഇങ്ങനെ ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിനെ ഡിഫറെൻറ്റ് രീതിയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കൾച്ചറൽ ചേഞ്ചിൻ്റെ എഫക്റ്റും അവരുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒരു ഫസ്റ്റ് ജനറേഷൻ അതായത് ഇപ്പോൾ മറ്റേ വീപ്തി അല്ലെങ്കിൽ താര അവളുടെ സിസ്റ്റർ, അപ്പോൾ അവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൾച്ചറിനൊക്കെ ഫോളോ ചെയ്ത് ട്രഡീഷനൊക്കെ ഫോളോ ചെയ്യണം എന്ന് പറയുന്ന ഒരാളാണ്. എപ്പോഴും ഒരാളോട് മിണ്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും മിണ്ടില്ല എന്ന് പറഞ്ഞ് മിണ്ടാതെ അങ്ങനെയൊക്കെ ആൾ വേറൊരാളെ കല്യാണം കഴിച്ചു, ഔട്ട് ഓഫ് കാസ്റ്റ് കല്യാണം കഴിച്ചു, അതുകൊണ്ട് ഇനി ആളായിട്ടൊരു ബന്ധമില്ല എന്നുള്ളത് പറഞ്ഞ ആ ഒരു സംഭവം. അപ്പോൾ അതേപോലെ പിന്നെ
ഈ തുളസി ഫാമിലിയിൽ ഉണ്ടായിരുന്ന ആള് ശരിക്കും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ട് വരേണ്ടത്. പക്ഷേ അവരെന്താ ചെയ്യണത്, അത് സെക്കൻഡ് ജനറേഷൻ ആയിരുന്നു, അതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല, ആൾ അങ്ങോട്ട് പോയി താമസിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ്റെ വ്യൂ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ആ ഒരു എന്താ പറയുക റെഗുലേഷൻസ് അല്ലെങ്കിൽ ആ ഒരു കസ്റ്റംസ് പറയുന്ന പോലെ താമസിക്കുന്ന ആൾക്കാരായിരുന്നു ട്രിനിഡാഡിൽ ഉണ്ടായിരുന്നത്. സെക്കൻഡ് ജനറേഷൻ ആകുമ്പോൾ അത് കുറച്ച് കുറഞ്ഞു. തേർഡ് ആകുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ആരും മൈൻഡ് ചെയ്യാതെയായി. അപ്പോൾ ആ ഒരു കൾച്ചറൽ എന്താ പറയുക ഒരു ചേഞ്ച് അതും അവിടെ വരുന്നുണ്ട്. പിന്നെ ഈ വർക്കിനകത്ത് നമുക്കൊരു ഓട്ടോബയോഗ്രഫിക്കൽ റെമിനൻസ് കാണാൻ പറ്റും. അത് അപ്പോൾ ആളുടെ ഗ്രാൻഡ് ഫാദർ ആളുടെ ചൈൽഡ്ഹുഡിൽ ഹി വാസ് സബ്ജക്ട് ടു സ്ലേവറി ആൻഡ് അങ്ങനെയാണ് അവർ ഈ ട്രിനിഡാഡിലോട്ട് എത്തുന്നത്. അപ്പോൾ ആ ഒരു കണക്ഷനിൽ നിന്ന് ആളുടെ ഫാദറും ഗ്രാൻഡ് ഫാദറിൻ്റെ ഒക്കെ ഒരു കണക്ഷൻ നമുക്ക് ഈ ഒരു വർക്കിനകത്ത് കാണാൻ പറ്റും. ആൻഡ് ആ ഒരു ഫാമിലിയുടെ ഡിസിൻറ്റഗ്രേഷൻ, ആ ഒരു ഫാമിലിയൽ ടൈസ് എല്ലാം മാറി, ആ കൊളോണിയലിസം കാരണം അവർക്ക് വന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഇതിനകത്ത് ആപ്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇവനെ 6 വർഷം പഠിപ്പിക്കാൻ വിട്ടിട്ടുണ്ട്. 6 years ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ആള് പഠിത്തം നിർത്തിയത്. കാരണം താര പറഞ്ഞു ഇനി പഠിപ്പിച്ചിട്ട് എന്താ കാര്യം എന്നുള്ളത്. എന്നിട്ടാണ് അവനെ പണ്ഡിറ്റ് ജയറാമിൻ്റെ അടുത്തോട്ട് കൊണ്ടാക്കുന്നത്. ആൻഡ് അവിടെ നിന്ന് പിന്നെ റിച്വൽസും പ്രാക്ടീസസും പഠിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവൻ നോൺ ബിലീവർ ആയിരുന്നു, അവന് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നു ദൈവങ്ങളുടെ അടുത്ത്. എന്നിട്ടാണ് ദൈവങ്ങളുടെ കാര്യം നോക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹിയർ നൈപോൾ ഇസ് ഡിസപ്രൂവിംഗ് ദ കൊളോണിയൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് താരാസ് ആറ്റിറ്റ്യൂഡ് ദെർബൈ ക്രിറ്റിസൈസിങ് കോളനൈസർ ആൻഡ് ദ കോളനൈസ്ഡ്. അപ്പോൾ പഠിക്കാൻ വിടുന്നത് ഒരു എഡ്യൂക്കേഷൻ കൊണ്ടുവന്ന ആരാ കോളനൈസേഴ്സ് ആണ്. അപ്പോൾ അത് വേണ്ട എന്നുള്ളത് കാണിക്കുന്നത് അങ്ങനെ ഒരു കോളനൈസർ ആൻഡ് കോളനൈസ്ഡ് എന്ന് പറയുന്നതിൻ്റെ ഡിഫറൻസ്, ആ ഒരു ആറ്റിറ്റ്യൂഡ് ദെർബൈ ക്രിറ്റിസൈസിങ് ദ കോളനൈസർ ആൻഡ് ദ കോളനൈസ്ഡ്. ഓക്കെ, ഈവൻ തുളസിയുടെ വീട്ടിലാണെങ്കിലും ആൾ വിക്ടിമൈസ്ഡ് ആയിട്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇന്ത്യൻ ആണെന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഹിന്ദു ആണ് ബ്രാഹ്മിനാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ കല്യാണം കഴിക്കാൻ ഭയങ്കര ഉത്സാഹം കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഫാമിലി. അപ്പോൾ ഇവൻ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിലും ആൾക്ക് ഒരു അഡ്വാൻറ്റേജും ഉണ്ടായിരുന്നില്ല, ഫുൾ ഡിസഡ്വാൻറ്റേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആസ് എ colonized sufferer. അപ്പോൾ he was forced to this marriage. He does not want to get married even though he wrote a letter to her. But still, even though ആൾ കല്യാണം കഴിക്കേണ്ടി വന്നു, കാരണം ആൾക്ക് അതിന് ബാക്ക് അടിക്കാൻ പറ്റില്ലായിരുന്നു. ആൻഡ് ഹി റെബൽഡ് അഗെയിൻസ്റ്റ് ദിസ് തുളസിഡം. ആളുടെ വേറെ ബ്രദർ ഇൻ ലോസ് ലൈക്ക് ഗോവിന്ദ് ഒന്നും ചെയ്തിട്ടില്ല, ആൾ മാത്രമാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹി വാസ് അലോൺ ഇൻ ദിസ് ബാറ്റിൽ. And we can say that Hanuman House is an embodiment of the slave society. ഒരു slave society-യുടെ embodiment എന്നൊക്കെയാണെങ്കിൽ നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. And the son-in-laws are expected to work and earn for the members of the household. അപ്പോൾ ആൾക്ക് ഇങ്ങോട്ട് ഒരു ഡോറിയും ഒരു സാധനവും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് കാണിക്കുമ്പോൾ here Naipaul is mocking the Indian society with its caste system that looks down upon fellow humans and says we are not better than whites. അപ്പോൾ ഇവിടെ Naipaul he is kind of critical of this colonized than colonizers. ഇങ്ങോട്ട് ചെയ്തവരല്ല, അത് ചെയ്ത് അനുഭവിച്ച് അങ്ങനെ അതിനെ റിയാക്ട് ചെയ്തിരിക്കുന്നവർക്ക് അഗെയിൻസ്റ്റ് ആണ് നൈപോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വിക്ടിം ആണെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് കാര്യമില്ല. ദേ ഷുഡ് ഫൈൻഡ് വേസ് ടു കം ഔട്ട് ഓഫ് ദ സിറ്റുവേഷൻ. ലമെന്റിങ് ഓവർ വൺസ് ഫേറ്റ് ആൻഡ് സബ്ജക്റ്റിംഗ് ഹിംസെൽഫ് ടു ബി എ വിക്ടിം ഡസ് നോട്ട് ഇവോക്ക് സിമ്പതി ഫ്രം ദി ഓദർ. അതിനെ റിയാക്ട് ചെയ്താലാണ് ആ ഒരു സിമ്പതി അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക അതാണ് ചെയ്യേണ്ടത്, അതാണ് അവിടെ കാണിക്കുന്നത്. സോ ഹി ഈസ് ഹൈലി ക്രിട്ടിക്കൽ ഓഫ് ദിസ് കോളനൈസ്ഡ് ദാൻ ദ കോളനൈസേഴ്സ്. ഓക്കെ, പിന്നെ അവസാനം ആൾ അച്ചീവ് ചെയ്യുന്ന ആ ഒരു ഹൗസ് അതൊരു എന്താ പറയുക മെറ്റീരിയൽ പൊസഷൻ എന്നൊരു നിലയിലല്ല വരുന്നത്. ദിസ് എ സിമ്പിൾ ഓഫ് ഹിസ് അച്ചീവ്മെൻറ്റ് അഗൈൻസ്റ്റ് ഓൾ ദിസ് ഫൈറ്റ് ഓഫ് ഹിം. അപ്പോൾ ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് സപ്രഷൻ അവർ കൊളോണിയൽ സബ്ജക്ട്സിന് ഒരു ഫ്രീഡം കിട്ടുന്ന പോലെ അവരുടെ ഗ്ലോറി തിരിച്ചു കിട്ടുന്നത് പോലെ അതേ ഒരു കണക്കിലാണ് നമ്മൾ ആ ഒരു വീടും നമ്മൾ കാണേണ്ടത്. സോ ആളുടേതായിട്ടുള്ള ഒരു വീട് ആൾ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഹനുമാൻ ഹൗസ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി റെഫ്യൂജി ക്യാമ്പ് പോലെയായിരുന്നു. ഹി ഡസ് നോട്ട് വിഷ് ടു ബ്രേക്ക് ഹിംസെൽഫ് ഫ്രീ ഫ്രം ഓൾ ദ റിലേഷൻഷിപ്പ് ആൻഡ് ടൈസ്. പക്ഷെ ആൾക്ക് അവിടെ നിന്ന് മാറണം, ഒരു ഫാമിലിയിൽ ഒരു അതോറിറ്റേറ്റീവ് ഫിഗർ ആയി മാറണം. ആരുടെയെങ്കിലും ഓർഡേഴ്സ് അനുസരിക്കാതെ ആരുടെയെങ്കിലും അബ്യൂസ് അനുഭവിക്കാതെ ആളുടേതായിട്ട് ഒരു ഐഡന്റിറ്റി വേണം എന്നുള്ളൊരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാണ്ട് ആൾക്കാരെ ഇഷ്ടമല്ലായ്മ എന്നല്ല ഉള്ളത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, രഘുവിനെ അവിടെ കത്തിക്കല്ലായിരുന്നു, ഹിന്ദു കൾച്ചർ അനുസരിച്ച് കത്തിക്കല്ലേ ചെയ്യേണ്ടത്, പക്ഷെ ദഹിപ്പിക്കല്ല ചെയ്തത്. അതിന് പകരം ആളെ ബറി ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ചേഞ്ച് ദാറ്റ് കെയിം ഓവർ ദ ട്രിനിഡാഡിയൻ ഹിന്ദുസ് ആസ് എ റിസൾട്ട് ഓഫ് അപ്രൂട്ടിംഗ് ദാറ്റ് വീക്കൻസ് ദ കൺവെൻഷണൽ കൾച്ചർ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ടോപ്പിക്. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ് ആൻഡ് ഷെയർ ഇറ്റ് ടു യുവർ ഫ്രണ്ട്സ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Until then, stay safe everyone.